പാലാ ടൗൺ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി തുറന്നു കിടക്കുന്ന ഓടയ്ക്ക് മൂടി സ്ഥാപിക്കാൻ നടപടി. നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി ഓടയ്ക്ക് ഇരുമ്പ് ഗ്രിൽ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പാലാ നഗരസഭ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം ജോയ് ചേട്ടൻ കാണിച്ചു തന്നതായിരുന്നു, ചൂണ്ടിക്കാണിച്ചത് ആണ്. അതുപ്രകാരം ഇന്ന് ഇവിടെ വന്ന് നോക്കാൻ വന്നതാണ്. ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു വലിയൊരു ഓടയുടെ അങ്ങോട്ടേക്ക് ഒരു വലിയൊരു ഹോള് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം അടിയന്തരമായിട്ട് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാം. ഇപ്പം നഗരസഭ ഓവർസിയർ വന്ന് നോക്കിയിട്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. വൈക്കം എറണാകുളം സർവീസ് നടത്തുന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്നാണ് വലിയ ഓട തുറന്നു കിടക്കുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ ഏതു നിമിഷവും യാത്രക്കാർ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും തുറന്ന ഓടയ്ക്ക് ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കുമെന്നും മായ രാഹുൽ പറഞ്ഞു. പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കള്ളിക്കൽ വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഈ സ്ഥിരമായി ടൗണിൽ കൂടെ നടക്കുന്ന കാര്യം ഈ ടൗണിലുള്ളവർക്ക് എല്ലാവരും ഇങ്ങനെ ടൗണിലുള്ള ഇവിടെ ടാക്സി ഓടിക്കുന്നവരും ഇവിടെ ഓട്ടോ ഓടിക്കുന്നവരും വരെ ആൾക്കാരെല്ലാം തന്നെ എന്തെങ്കിലും ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധപ്പെടുത്തുന്ന ഒരാൾ നിലയിൽ ആയിരിക്കും. എന്തായാലും ഞാനത് ആ കാര്യം ബന്ധപ്പെട്ട അധികാരി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രദ്ധപ്പെടുത്തുകയും ഈ കാര്യം ഇന്നലെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ ആ വിഷയം നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണാണ് മായ രാഹുൽ. അതുകൊണ്ട് ആ നടപടി എത്ര വേഗം നടപ്പാക്കുമെന്ന് ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജിത പ്രകാശ്, ടോണി തൈപ്പറമ്പൽ എന്നിവരും ആക്ടിംഗ് ചെയർപേഴ്സണൊപ്പം സ്ഥലം സന്ദർശിച്ചു.